നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ഇക്കയിലെ 2ാമത്തെ പാഠമായ ഠാക്കൂർ കാ കുവ എന്ന കഹാനിയാണ് പഠിക്കുന്നത്. കുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ ആണ്. അപ്പോൾ ഇത് എഴുതിയത് ഇന്ത്യയിലെ ഉപന്യാസ സാമ്രാട്ട് അല്ലെങ്കിൽ കഥാസാമ്രാട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രേംചന്ദാണ്. പ്രേംചന്ദ് ഹിന്ദി സാഹിത്യ പഠനം എന്ന് പറയുന്നത് പ്രേംചന്ദിനെ കൂടാതെ അസാധ്യം എന്ന് തന്നെ പറയാം. ഹിന്ദി കഥയിലെയും അതുപോലെ തന്നെ നോവലുകളുടെയും ഒക്കെ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച കഥാകൃത്താണ് പ്രേംചന്ദ്. പരമ്പരാഗത രീതിയിലുള്ള നായകി സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ച് എഴുതിയ കഥാകാരൻ എന്ന് വേണേൽ പറയാം. പ്രേംചന്ദിൻ്റെ നായകനും നായികയെല്ലാം തീർത്തും സാധാരണക്കാരായിട്ടുള്ള, കുറവുകളുള്ള, പരിമിതികളുള്ള, ബലഹീനതകളുള്ള, തികച്ചും സാധാരണക്കാരായ മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ കഥയിലെ നായകനും നായികയും. അപ്പം അത്തരത്തിലുള്ള ഒരു നായകനും നായികയുമാണ് ഈ കഥയിലെയും. അത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ യഥാർത്ഥമായ ചിത്രീകരണമാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളും. അതുപോലെ തന്നെ ഈ കഥയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് ജോഖുവും അതുപോലെ തന്നെ ഗംഗിയുമാണ്. അപ്പോഴവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ആണ് ഇതിൻ്റെ മുഖ്യ വിഷയം. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് വരാം. जोकू ने लोटा मुंह से लगाया तो पानी में सख्त बदबू आई. गंगी से बोला, ये कैसा पानी है? सारे मारे बास के पिया नहीं जाता. गला सूखा जा रहा है और तू सड़ा पानी पिलाए देती हो. അപ്പോൾ ജോഖു ഗംഗയുടെ ഭർത്താവാണ്. അപ്പോൾ രോഗിയായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് മന്തയിൽ വെള്ളം കൊടുത്തപ്പോൾ അതിൽ വലിയ ദുർഗന്ധം കാരണം അത് കുടിക്കാൻ സാധിക്കുന്നില്ല. നീ ഇത് എവിടുന്ന് കൊണ്ടുവന്ന വെള്ളമാണ്, അല്ലെങ്കിൽ ഈ മോശമായ വെള്ളം എന്തിനാണ് തരുന്നത്, എന്തിനെന്നെ നിർബന്ധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഗംഗി പ്രതിദിൻ ഷാം പാനി ഫർ ലിയ കർത്തി തി. എല്ലാ ദിവസവും വൈകുന്നേരം ഗംഗി വെള്ളം പോയി കൊണ്ടുവരുമായിരുന്നു. കുവ ദൂർ ഥാ, ബാർ ബാർ ജാന മുഷ്കിൽ ഥാ. കിണർ വളരെ ദൂരെയായതുകൊണ്ട് വീണ്ടും വീണ്ടും പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൽ വഹ് പാനി ലായി തോ ഉസ്മേ ബൂ ബിൽക്കുൽ ന ഥി. ആജ് പാനി മേ ബദ്ബു കൈസി. ഇന്നലെ വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിലെ ദുർഗന്ധമൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോഴെങ്ങനെയാണ് അതിലെ ഈ ദുർഗന്ധം വന്നത്? ലോട്ട നാക് സെ ലഗായ തോ സച്ച്മുച്ച് ബദ്ബു ഥി. മൊന്ത വായിലേക്ക് അടുപ്പിച്ചപ്പോൾ ശരിക്കും വളരെ വലിയ ദുർഗന്ധം തന്നെയായിരുന്നു. जरूर कोई जानवर कुएं में गिरकर मर गया होगा, मगर दूसरा पानी आए कहाँ से? തീർച്ചയായും ഏതെങ്കിലും ജീവി അതിൽ വീണ് ചത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ മറ്റു വേറെ ജലം എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? ഠാക്കൂർ കെ കുവേ പർ കോൻ ഛടനെ ദേഗ. അപ്പം അവിടെയുള്ള കിണറായ ഠാക്കൂറിന്റെ കിണറിൽ അവിടെ കോരാനായിട്ട് ആരും സമ്മതിക്കില്ല. അല്ലെ, ആരും സമ്മതിക്കും? ദൂർ സെ ലോഗ് ഠാൻ ബതായെങ്കിൽ. അപ്പോൾ വളരെ അതിനായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ തന്നെ ആളുകൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. സാഹു കാ കുവ ഗാവ് കെ ഉസ് സിരെ പർ ഹെ പരന്തു വഹാം ഭി കോൻ പാനി ഭർനെ ദേഗ. അതുപോലെ സാഹു എന്ന് പറയുന്നത് ധനികനായ വ്യാപാരിയാണ്. അദ്ദേഹത്തിന്റെ കിണറും ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തുണ്ട്. പക്ഷെ അവിടെയും വെള്ളം കോരാനായിട്ട് സമ്മതിക്കുകയില്ല. കോയി തീസര കുവ ഗാവ് മേ ഹേ നഹി. മൂന്നാമതൊരു കിണർ ഈ ഗ്രാമത്തിലെ ഇല്ലതാണ്. जोकू कई दिन से बीमार है, कुछ देर तक तो प्यास रोके चुप पड़ा रहा, फिर बोला, आप तो मारे प्यास के रहा नहीं जाता, ला थोड़ा पानी नाक बंद करके पी लू. അപ്പോൾ കുറേ സമയം ഈ ദാഹമൊക്കെ അടക്കി ജോക്കു നിന്നെങ്കിലും അവസാനം ജോക്കു തന്നെ പറയുകയാണ്, ആ മലിനജലം കൊണ്ടുവരൂ, ഞാൻ മൂക്ക് പൊത്തി ആ ജലം കുടിച്ചുകൊള്ളാം എന്ന് പറയുകയാണ്. गंगी ने पानी न दिया, खराब पानी से बीमारी बढ़ जाएगी, इतना जानती थी.
അപ്പോൾ അവൾക്കൊരു കാര്യം അറിയാം, മലിനജലം കൊടുത്തു കഴിഞ്ഞാൽ അസുഖം വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവൾ വെള്ളം കൊടുത്തില്ല. परंतु यह न जानती थी कि पानी को उबाल देने से उसकी खराबी जाती रहती. പക്ഷേ ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ മാലിന്യങ്ങൾ പോകുമെന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു. യഹ് പാനി കേസെ പിയോഗി, ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കാൻ കൊടുക്കുക. നജാനെ കോൻ ജാൻവർ മാരാഹെ, തന്നെയുമല്ല ഏത് ജീവിയാണ് ഇതിൽ വീണ് ചത്തതെന്നും അറിഞ്ഞുകൂടാ. കുവേസെ മേ ദൂസറ പാനി ലായ ദേത്തി ഹു, ഞാൻ പോയി കിണറ്റിൽ നിന്നും വേറെ വെള്ളം കൊണ്ടുവന്ന് തരാം എന്ന് അവൾ പറയുക. ജോക്കുവിനെ ആശ്ചര്യसे उसकी ओर देखा, പാനി കഹാ സെ ലായേഗി. ജോക്കു ആശ്ചര്യത്തോടുകൂടി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വെള്ളം ഇനി എവിടെ നിന്ന് കൊണ്ടുവരാനാണ്. ठाकुर और साहू के दो कुएं तो है, क्या एक लोटा पानी न भरने देंगे. ആ ഠാക്കൂറിന്റെ കിണറുണ്ട്, സാഹുവിന്റെ കിണറുണ്ട്, അതിൽ ഒരു മൊന്ത വെള്ളം നിറയ്ക്കാനായിട്ട് സമ്മതിക്കില്ലേ എന്നാണ്. ഹാത്ത് പാ തുടുവാ ജായെങ്കിൽ ഓർ കുച്ച് ന ഹോഗ. അപ്പം അതിനായിട്ട് ശ്രമിച്ചാൽ എന്താണ്, കൈയും കാലും വെട്ടിയെറിയപ്പെടും എന്നതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. ബൈഠ ചുപ്കേസെ, അതുകൊണ്ട് മിണ്ടാതിരുന്നാണ്, അങ്ങനെ ഒരു ചിന്ത പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. ബ്രാഹ്മണ ദേവത ആശീർവാദമെങ്കിൽ, അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ദേവതമാർ അവരെ അനുഗ്രഹിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഠാക്കൂർ ലാട്ടിമാരെങ്കിൽ, അതുപോലെ തന്നെ വടിയും കൊണ്ട് നല്ല അടി ശിക്ഷകൾ ലഭിക്കും. സാഹൂജി ഏക്കെ 5 ലെങ്കിൽ, അതുപോലെ വ്യാപാരി നമ്മൾ 1-ന് 5 എന്ന രീതിയിൽ നമുക്ക് ശിക്ഷ തരും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഈടാക്കും എന്നുള്ളതാണ്. ഗരീബോം കാ ദർദ് കോൻ സമസ്ത ഹെ, പാവപ്പെട്ടവരുടെ വേദന ആരാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ഹം തോ മർഫി ജാത്തെ ഹെ തോ കോയി ദുവാർ പർ ഛാങ്തെ നഹി ആത്ത, നമ്മൾ അവിടെ കിടന്ന് മരിക്കാൻ പോയാൽ പോലും ഒരാൾ പോലും അവർ വീടിന്റെ വാതിക്കലേക്ക് വന്നൊന്ന് എത്തി നോക്കുക പോലും ചെയ്യില്ല എന്നുള്ളതാണ് അന്നത്തെ അവസ്ഥ. കന്താ ധേനാ തോ ബഡി ബാത് ഹെ, ऐसे लोगों കുവേ ഫേ പാനി ഭർനെ ദേങ്കെ, എന്തെങ്കിലും ഒരു സഹായം എന്തിനെങ്കിലും തരിക എന്ന് തന്നെ ചെയ്യുന്നത് വലിയ കാര്യം. അങ്ങനെയുള്ളവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് സമ്മതിക്കുമോ, അല്ലെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇൻ ശബ്ദോമേ കടുവ സത്യത, ഈ വാക്യങ്ങളിൽ വലിയ സത്യം ഉണ്ട്. ഗംഗി ക്യാ ജവാബ് ദേത്തി കിന്തു ഉസ്നെ വഹ് ബദ്ബുദാർ പാനി പീനെ കോ ന ദിയ, അവൾക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നറിയില്ല, എങ്കിലും ആ മലിനജലം അവൾ കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. रात के 9 बजे थके मादे मजदूर तो सो चुके थे. ठाकुर के दरवाजे पर 10-5 बेफिक्रे जमा थे. രാത്രി 9 മണി സമയം ക്ഷീണിച്ചവശരായ തൊഴിലാളികൾ ഠാക്കൂറിന്റെ വീടിന്റെ മുൻവശത്ത് വാതിലിന്റെ അവിടെ കിടന്നുറങ്ങുന്നു. അതുപോലെ തന്നെ മൈതാനി ബഹോദരി കാത്തോ അബ് ന ജമാന രഹ, അതുപോലെ തന്നെ വലിയ സാഹസം കാണിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അല്ല അവിടെ, കാരണം അതങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷ വളരെ വലുതാണ്. കാനൂനി ബഹാദൂരിക്ക് ബാത്തേ ഹോ രഹി തി, അതുപോലെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലും ഒന്നും സാധിക്കില്ല, കാരണം എല്ലാം അവര് പണം കൊടുത്ത് എല്ലാ ഓഫീസർമാരെയും സ്വാധീനിച്ചിരിക്കുകയാണ്. कितनी होशियारी से ठाकुर ने थानेदार को एक खास मुकदमे में रिश्वत दी और साफ निकल गए. അപ്പം അതിനുള്ള തെളിവുകൾ, അതിന് ഉപയോഗമായ സംഭവങ്ങൾ നിരവധി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഠാക്കൂർ പല കേസുകളും പോലീസ് ഇൻസ്പെക്ടർക്ക് കൈക്കൂലി കൊടുത്ത് വളരെ എളുപ്പത്തിൽ ഊരിപ്പോകുന്നതായിട്ടുള്ള സംഭവങ്ങളും നിരവധിയുണ്ട്. കിത്നി അക്കൽമന്ദി സെ ഏക് മാർഗ് കെ മുക്കദ്ദമേക്ക് നക്കൽ ലേ ആയി. അപ്പോൾ എത്ര ബുദ്ധിപരമായിട്ടാണ് പല തെളിവുകളുമൊക്കെ നശിപ്പിച്ച് കേസുകളൊക്കെ ഊരിപ്പോരുന്നത്. നാസിർ ഓർ മെഹദിമിം സഭി ചാത്തെ, അതുപോലെ സൂപ്പർവൈസറും മാനേജരും എല്ലാവരും പറയുന്നത് നക്കൽ നഹി മിൽ സക്തി, എന്താണ് അതിനുള്ള 50 मांगता कोई और वह यहाँ बेपैसे कौड़ी नकल उड़ा दी, काम करने का ढंग चाहिए. അപ്പോൾ എന്താണ് ആ രേഖകളൊക്കെ കിട്ടാനായിട്ട് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും പൈസ കൊടുത്ത്
സൂപ്പർവൈസർക്കും മാനേജർക്കും എല്ലാം പൈസ കൊടുത്ത് ആവശ്യമായ രേഖകൾ എല്ലാം ഒരു പ്രയാസവും കൂടാതെ അദ്ദേഹം അല്ലെങ്കിൽ ഠാക്കൂർ കരസ്ഥമാക്കാറുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഗംഗയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിയമപരമായ കേസ് കൊടുത്താലൊന്നും ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും അവൾക്കറിയാം. ഇസി സമയം ഗംഗി കുവേസെ പാനി ലേനെ പോയി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവൾ വെള്ളം കോരാനായിട്ട് ഈ ഠാക്കൂറിന്റെ കിണറ്റിൻകരയിലെത്തിയിരിക്കുന്നത്. കുംഭിക്ക് ധുന്ധലി റോഷനി കുവേപ്പർ ആ രഹീഥി. അപ്പോൾ അവള് കയ്യിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവള് ആ കിണറിന്റെ അടുത്തെത്തുകയാണ്. ഗംഗി ജഗത് കി ആഡ് മേ ബൈട്ടി മോക്കെ കാ ഇന്തസാർ കർണേ ലഗി. അപ്പോൾ ആ കിണറിന്റെ അടുത്ത് പരിസരത്തായിട്ടിരുന്ന ഉചിതമായ സന്ദർഭത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കാത്ത, എല്ലാവരും അവിടെ നിന്ന് മാറുന്ന ഒരു സമയത്തിന് വേണ്ടി. ഇസ് കുവേ കാ പാനി സാര ഗാവ് പീത്ത. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും വെള്ളം കുടിക്കുന്നത് ഇതിൽ നിന്നാണ്. കിസി കെ ലിയെ റോക്ക് നഹി സിർഫ് യേ ബദ്നസീബ് നഹി ഫർ സക്തി. മറ്റുള്ളവർക്കൊന്നും വെള്ളം കോരുന്നതിന് തടസ്സമില്ല, പക്ഷേ ഈ ഭാഗ്യഹീനരായ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്നുള്ള കാരണത്താൽ ഭാഗ്യഹീനരായ ഞങ്ങൾക്ക് മാത്രമാണ് വെള്ളം കോരാനായിട്ട് അനുവാദമില്ലാത്തത്. ഗംഗി കാ വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയോം ഓർ മസ്ബൂരിയോം പർ ഛോട്ട് കർണേ ലഗ. അപ്പോൾ അവരുടെ വിപ്ലവകരമായ മനസ്സ്, ഇതിനൊക്കെ എതിരെയുള്ള ഒരു വിപ്ലവകരമായ ഇതിനെതിരെയുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിൽ ഉണ്ടാകുകയാണ്. ഹം ക്യോം നീച്ച് ഹേ ഓർ യേ ലോ ക്യോ ഉഞ്ച്. നമ്മൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നത്, അവരെന്തുകൊണ്ടാണ് ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്നത്. ഇസ്ലിയെ കി യേ ലോ ഗലെ മേ താങ് ടാൽ ദേത്തെ. എന്താണ്, ദേഹത്ത് എന്തെങ്കിലും നൂലുകളൊക്കെ ധരിക്കുന്നതുകൊണ്ട് അവർ ഉയർന്ന ജാതിയാവുമോ. വഹാം തോ ജിത്നെ ഹേ ഏക് സെ ഏക് ഛഠേ चोरी ये करे, जाल भरे वे करे, छूटे मुकदमे ये करे. अभी इन ठाकुर ने तो उस दिन बेचारो गडरिया की फेट चुरा ली थी और बाद में मारकर खा गया. അപ്പോൾ ഈ ഉയർന്ന ജാതിക്കാർക്ക് എന്തും ചെയ്യാം. എന്താണ്, അവർക്ക് കള്ളത്തരങ്ങൾ ചെയ്യാം, കള്ള കേസുകൾ ഉണ്ടാക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. അതുപോലെ അതിന് ഉദാഹരണമായിട്ട് എന്താണ്, ആട്ടിടയന്മാരുടെ ആടുകളെ കട്ടെടുത്ത് അതിനെ കൊന്നു തിന്നുക, ഇതൊക്കെ അതിനൊന്നും കേസുകളൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നാണ്. ഇനി പണ്ഡിത് കെ ഘർമേ തോ 12 മാസ് ജുവാ ഹോത്താ ഹെ. ഇവര് പണ്ഡിതന്മാരെ വലിയ ജ്ഞാനികളാണെന്ന് സ്വയം പറയുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുകയും അവരുടെ വീടുകളിൽ 12 മാസം ഇരുന്ന് ചൂത് കളിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇഹ് സാഹുജി തോ ഘീ മേ തേ മിലാക്കർ ബേസ്തേ ഹെ. നെയ്യില് എണ്ണയൊക്കെ ഒഴിച്ച് കള്ളത്തരത്തിൽ വിറ്റ് അന്യായമായ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവടക്കാരനാണ് സാഹു. അയാൾക്കും അതെല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാം കറാലേത്തി ഹെ മസ്ദൂരി ദേത്തെ നാനി മർത്തി ഹെ. അപ്പോൾ നമ്മളാണ് പാവപ്പെട്ടവരായ ഈ താഴ്ന്ന ജാതിക്കാരെ ജോലി ചെയ്ത് അവരുടെ ജീവിതം മുഴുവൻ മരണം വരെ ജോലി ചെയ്യുന്ന അവസ്ഥ. കിസ് കിസ് ബാത് മേ ഹംസെ ഊഞ്ചെ ഹെ. അവര് എല്ലാ കാര്യങ്ങളിലും എന്തിലൊക്കെയാണോ അവര് ഉന്നതരാണെന്ന് അവർ സ്വയം പറയുന്നു. ഹം ഗലി ഗലി ചില്ലാത്തെ നഹിക്ക് ഹം ഊഞ്ചേ ഹെ. ഞങ്ങൾ ഒരിക്കലും വഴിയോരങ്ങളിൽ ഓടി നടന്ന് ഉയർന്ന ജാതിക്കാരാണ് എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഭാവം അങ്ങനെയാണ്, ഉയർന്ന ജാതിക്കാരാണെന്നൊരു ചിന്ത ആണ്. കഭി ഗാവ് മേ ആ ജാതി ഹു തോ രസ് ഭരി ആങ്ക് സെ ദേഖ്നെ ലഗ്തേ ഹെ. जैसे सबकी छाती पर साम लौटने लगता है. अപ്പോ कभी गांव में आ जाती है तो रसी भरी आंख से देखने लगते हैं. അപ്പോൾ അവര് ഗ്രാമത്തിൽ വരുമ്പോൾ ഞങ്ങളെയൊക്കെ വലിയ എന്തോ കൗതുകമായ ജീവിനെ നോക്കുന്നത് പോലെ ഞങ്ങളെ നോക്കുന്നു. പരന്തു ഖമണ്ട് ഹേ കി ഹം ഊഞ്ചേ ഹേ. അതായത് ജയ്സെ സബ്കി ഛാത്തി പർ സാം ലോട്ടനെ ലഗാ. അപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് സാം ലോട്ടറി എന്ന് പാമ്പ് ചുറ്റിയിരിക്കുന്നത് പോലെ എന്നുള്ള രീതിയിൽ പറഞ്ഞ ഭയങ്കര പരിഭ്രമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഞങ്ങളെ കാണുമ്പോഴത്തേക്കും വലിയ പരിഭ്രമമാണ് അവർക്ക്. ഞങ്ങളെ കാണുന്നത് തന്നെ താഴ്ന്ന ജാതിക്കാരെ കാണുന്നത് തന്നെ അയിത്തമാണ്, അത് മോശമാണ് എന്നൊക്കെ ഒരു ചിന്തയാണ്. പരന്തു ഖമണ്ട് ഹേ കി ഹം ഊഞ്ചേ ഹേ. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോഴും അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്നൊരു ചിന്തയാണ്.
കുവേ പർ കിസി കെ ആനെ കി ആഹട്ട് കുയി. അപ്പോൾ കിണറ്റിൽ ആരോ വരുന്നതിൻ്റെ കാലച്ച കേൾക്കുകയാണ്. ഗംഗി കി ഛാത്തി ധക് ധക് കർണേ ലഗി. ഗംഗയുടെ ഹൃദയം പടപടാന്നിരിക്കാൻ തുടങ്ങി. കഹി ദേഖ് ലേ തോ ഗസബ് ഹോ ജായ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപകടമാകും. ഏക് ലാത് ഫി തോ നീച്ചെ ന പടേ. ഒരു തൊഴി പോലും പാഴാകില്ല എന്ന് വെച്ചാൽ മുഴുവൻ അടിയും കൊള്ളേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. उसने खड़ा और रस्सी उठा ली और छुपकर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी. അപ്പോൾ അവള് തൊട്ടിയും കയറും ഒക്കെ കൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. अब इन लोगों को दवा आती है किसी पर. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിലുള്ള ദയ, ലോകോങ്കോ ദയ ആത്തി ഹെ, ആരുടെയെങ്കിലും മേലൊരു ദയ അല്ലെ കരുണ അവർക്കുണ്ടാവും. बेचारे महंगू को इतना मारा कि महीने लहू തൂക്ത രഹ. ആ പാവപ്പെട്ട മഹങ്കൂനെ മർദ്ദിച്ചപ്പോൾ ഒരു മാസത്തോളം ആ കാലം രക്തം ഒഴുകി. അല്ലെങ്കിൽ അത്ര ക്രൂരമായ മർദ്ദനമാണ് നൽകിയത്. इसलिए तो उसने बेगार न दी थी इस पर ये लोग ऊंचे बनते हैं. അപ്പോൾ കരം കൊടുത്തില്ല എന്ന പേരിൽ എന്താണ് വലിയ ശിക്ഷയാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉയർന്ന ജാതിക്കാർക്ക് അന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. കുവേ പർ സ്ത്രീയാം പാനി ഭർണേ ആയി തീ ഇൻമേം ബാത് ഹോ രഹി തീ. അപ്പോൾ ആ കിണറ്റില് വെള്ളം കോരാനായിട്ട് സ്ത്രീകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ഖാന ഖാനെ ചലേ ഓർ ഹുക്കും ഹുവാ കി താസാ പാനി ഭർ ലാവോ ഖടേ കെ ലിയേ പൈസ നഹി ഹെ. അപ്പം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അത് ഉടനെ ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് വെള്ളം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിനായിട്ട് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംസാരമാണ്. हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. ഞങ്ങൾ ഇച്ചിരി വിശ്രമിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഈ പുരുഷന്മാർക്കെല്ലാം ഭയങ്കര അസൂയയാണ്. ഉടനെ അടുത്ത ജോലി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. हाँ यह तो न हुआ कि कलसिया उठाकर पर लाते. അപ്പം കുടം എടുത്ത്, കലസിയ എന്ന് പറഞ്ഞാൽ കുടവ, അപ്പോൾ അതും എടുത്തുകൊണ്ട് തന്നിരിക്കുക വെള്ളം നിറച്ചുകൊണ്ട് വരാനായിട്ട്. ഹുക്കും ചല ദിയ താസ പാനി ലാവു. ഉടനെ ഉത്തരവിട്ടിരിക്കുകയാണ് പുതിയ വെള്ളം എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. ജയ്സെ ഹം ലോഡിയോ ഹി തോ ഹെ. അവരുടെ പറച്ചിൽ കേട്ടാൽ എന്ത് തോന്നുന്നു? ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരാണ്, ലോഡിയോ ആണ് എന്ന് തോന്നുന്നു. ലോഡിയോ നഹി തോ ഓർ ക്യാ ഹോ തും റോട്ടി കപ്പട നഹി ലാ പാത്തി. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ വേലക്കാരിയാണെന്നാണോ? പിന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രവും ഭക്ഷണവും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് വേലക്കാരാന്ന് പറയുന്നത് എന്ന് ചോദിക്കും. इस 5-10 रुपये भी छीन छपट कर ले ही लेती हो और लोडियाम कैसी होती है. അപ്പോൾ അതുപോലെ തന്നെ 5-10 രൂപയൊക്കെ എടുക്കുകയും ചെയ്യും, എന്നിട്ട് വേലക്കാരികളാണെന്ന് പറയുകയും ചെയ്യുന്നു എന്നൊക്കെ അവരിങ്ങനെ പുരുഷന്മാർ പറയും. മത് ലജാവോ ദീദി छिन फर आराम करने का जो जी तरस कर रह जाता है. इतना काम किसी दूसरे के घर कर देती तो इससे कहीं आराम से रहती. അപ്പോൾ എല്ലാ സ്ത്രീകളുടെയും ഒരു പരാതിയാണ് അല്ല എപ്പോഴും ഈ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഈ പണിയെല്ലാം വേറെ എവിടെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും പണി ചെയ്യേണ്ടി വരികയായിരുന്നു, ഇത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് എല്ലാ സ്ത്രീകളും പൊതുവെ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയാം. ഊപ്പർ സെ വഹ എഹ്സാൻ മാനത്താ ഹെ. അതുപോലെ നമ്മളോടെന്തോ വലിയ ഔദാര്യം കരുണ ചെയ്യുന്ന പോലെയാണ് ഈ പുരുഷന്മാരുടെ പെരുമാറ്റ രീതി. യഹാം കാം കർത്തെ കർത്തെ മർ ജാവോ പർ കിസി കാ മൂഹ് ഹി സീതാ നഹി ഹോതാ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കഷ്ടപ്പെട്ടാലും അവരുടെ മുഖം ഒന്ന് തെളിയോ അല്ലെങ്കിൽ നേരെയാവോ ഇല്ല. അതാണ്. അപ്പോൾ ഇത് പൊതുവെ സ്ത്രീകളെല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രേംചന്ദ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. दोनों पानी भरकर चली गई तो गंगी वृक्ष की छाया से निकली. അപ്പോൾ ആ രണ്ട് സ്ത്രീകളും വെള്ളം കോരി പോയി കഴിഞ്ഞപ്പോൾ ഗംഗി മരത്തിന്റെ ചുവട്ടിൽ നിന്നും ഇറങ്ങി വരികയാണ്. और कुएं की जगत पर पास आई. ഈ കിണറിന്റെ അടുത്ത് വന്നു. बेफिक्रे चले गए थे. ठाकुर भी दरवाजा बंद कर अंदर आंगन में सोने जा रहे थे. അപ്പോൾ അതുപോലെ തന്നെ ഠാക്കൂറും തന്റെ മുറിയിലെ കഥയൊക്കെ അടച്ചുറങ്ങാൻ കടന്നു. ഗംഗീനെ ക്ഷണിക് സുഖി സാൻസ് ലി. നമുക്ക് ഒരു വലിയ ഒരു സന്തോഷത്തിന്റെ സുഖത്തിന്റെ ഒരു നിമിഷം, ഒരു ശ്വാസം എടുക്കുകയാണ്. കിസി തര മൈതാൻ തോ സാഫ് ഹുവ. എല്ലാ തരത്തിലും ആ കിണറിരിക്കുന്ന ഏരിയ മൈതാനം ക്ലിയർ ആയിരിക്കുന്നു. അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. വെള്ളം കോരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അമൃത് ചുരാ ലാനെ കെ ലിയെ
जो राजकुमार किसी जमाने में गया था वह भी शायद इतनी सावधानी के साथ और समझ बूझकर न गया होगा. അപ്പോൾ അമൃത് കട്ടെടുക്കാൻ പോകുന്ന രാജകുമാരന്മാർ പോലും ഇത്രയധികം ശ്രദ്ധാപൂർവം സാവധാനത്തിൽ പോയി കാണില്ല എന്നാണ്. അത്രയേറെ ശ്രദ്ധയോടെ ആണ് ഗംഗ ഈ വെള്ളം കോരാനായിട്ട് പോകുന്നത്. गंगी दबे पाव कुएं की जगत पर छड़ी विजय का ऐसा अनुभव उससे पहले न हुआ था. ദബേ പാവ് എന്ന് വെച്ചാൽ ഒച്ചയുണ്ടാക്കാതെ ഓരോ കാലടികൾ മുന്നോട്ട് വെച്ച് കിണറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവൾക്കൊരു വിജയിയുടെ ഒരു നിമിഷം നമുക്ക് തോന്നുകയാണ്. ഇപ്പം എനിക്ക് വെള്ളം കോരാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. उसने रस्सी का पद्दा खड़े में डाला, दाएं बाएं झोंकने दृष्टि से देखा जैसे कोई सिपाही रात की शत्रु के किले में सुराग कर रहा हो. അപ്പോൾ ആ കുടത്തിൻ്റെ വക്കയിൽ കയറ് കെട്ടിയതിന് ശേഷം 4 പാടും നോക്കിക്കൊണ്ട് അവൾ കിണറ്റിലേക്ക് ആ കുടം ഇടുകയാണ്. എങ്ങനെയാണ് ഒരു ശത്രു സൈന്യം ശത്രു രാജ്യത്തിലേക്ക് തുരങ്കം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ ചുറ്റുപാട് ശ്രദ്ധിക്കുന്നത് എന്നതുപോലെ അത്രയേറെ ശ്രദ്ധയോടെയാണ് അവൾ ഈ കാര്യം ചെയ്യുന്നത്. अगर इस समय वह पकड़ ली जाए तो फिर उसके लिए माफ़ी या रियायत की रत्ती पर उम्मीद नहीं. അപ്പോൾ ഈ സമയത്തെങ്ങാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മാപ്പിനോ വിടുതലിനോ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പാണ്. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और खड़ा कुएं में डाल लिया. അങ്ങനെ എല്ലാ ദേവതകളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ കിണറ്റിലേക്ക് കുടം ഇറക്കുകയാണ്. ഖടേ മേ പാനി മേ ഗോല ലഗായ ബഹുത് ആഹിസ്ത സെ. അപ്പോൾ കിണറിലേക്ക് കുടം ഇറക്കി അപ്പോൾ ഇങ്ങനെ പതുക്കെ കറക്കി വെള്ളം അതിലേക്ക് നിറയ്ക്കാനായിട്ട് ആഹിസ്താസ് ശബ്ദം ഉണ്ടാക്കാതെ. ജറാബി ആവാസ് ന ഹുയി ഗംഗിനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാറി. ഒരു ശബ്ദം ഉണ്ടാക്കാതെ വെള്ളം നിറച്ചു. എന്നിട്ട് വളരെ പെട്ടെന്ന് വലിച്ചു കയറ്റുകയാണ്. ഖടാ കുവേക്ക് മൂവ് തക് ആ പहुंचे. അങ്ങനെ കുടം കിണറിൻ്റെ ആ മുകളിലേക്ക് വരെ എത്തി. कोई बड़ा शोर पहलवान भी इतनी तेजी से न खींच सकता. വലിയ ശക്തനായ പഹൽമാൻമാൻ പോലും ഇത്രയും സ്പീഡിൽ ഇത്രയും നിറഞ്ഞ വെള്ളം ഇത്രയും സ്പീഡിൽ ഉയരത്തിലെത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അപകടകരമായ സാഹചര്യത്തിൽ നമ്മളിലുള്ള ശക്തി മുഴുവനും പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. गंगी चुकी की खड़े को पकड़ जगत पर रखे की एकाएक ठाकुर साहब का दरवाज़ा खुल गया. അപ്പോൾ അവൾ കൈ നീട്ടി ആ കുടം ഇങ്ങ് പിടിച്ച് കരയിലേക്ക് എടുക്കാനായിട്ട് കൈ നീട്ടിയ സമയത്ത് പെട്ടെന്ന് ഠാക്കൂറിൻ്റെ ആ വാതിൽ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറക്കുകയാണ്. ഷേർ കാ മോ ഇസ്സെ അധിക് ഭയാനക് ന ഹോഗ. അപ്പോൾ അവളുടെ അവസ്ഥ ഏതാണ്? സിംഹത്തിൻ്റെ മടയിലെ ഗുഹയുടെ അല്ലെ അവസ്ഥ, അതിൻ്റെ മുന്നിൽപ്പെടുന്ന അവസ്ഥയാണ് അവളെ സംബന്ധിച്ചിടത്തോളം. അത് ഗംഗയ്ക്ക് ഹാത്ത് സെ രസി ഛൂട്ട് ഗയി. അവളുടെ കയ്യിൽ നിന്നും ആ കയറ് വിട്ട് പോയി. രസിക്ക് സാത്ത് ഖടാ ധടാം സെ പാനി മേ ഗിറ. വലിയ ഒച്ചയോടുകൂടി ആ വെള്ളത്തിലേക്ക് തൊട്ടിയോടുകൂടി അല്ലെ കുടം മുഴുവനോടെ കിണറ്റിലേക്ക് ചാടി വലിയ ഒച്ചയോടുകൂടി. और कई क्षण तक पानी हिलकोरे और आवाज सुनाई दी. വെള്ളം ഇങ്ങനെ ഓളങ്ങളുണ്ടായി, വലിയ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേട്ടു. ठाकुर कौन है പുകാർത്തെ ഹുയെ കുവയ്ക്ക് തരവ് ആ രഹേ തെ. അപ്പോൾ ആരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഠാക്കൂർ കിണറിൻ്റെ സൈഡിലേക്ക് ഓടി വരികയാണ്. ഗംഗി ജഗത് സെ കൂദ് കർ ഭാഗി ജാ രഹി തി. അവൾ അവിടെ നിന്ന് എടുത്ത് ചാടി സർവശക്തിയും സംഭരിച്ച് വീട്ടിലേക്ക് ഓടുക. घर पहुंचकर देखा कि जो को लोटा मुंह से लगाए वह मैला गंदा पानी पी रहा है. അപ്പോൾ അവൾ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് ജോക്കു ആ മലിന ജലം എടുത്ത് സ്വയം കൈകളിലെടുത്ത് ആ വെള്ളം കുടിക്കുന്നതാണ് അവൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്രേംചന്ദിൻ്റെ ഠാക്കൂർ കുവ എന്ന കഥ. അപ്പോൾ ഇവിടെ അസാധാരണമായി ഒന്നും നമുക്ക് ഇതിലില്ല. സാധാരണ കഥയിലുള്ള ഒരു എൻഡ് അല്ല ഇതിലുള്ളൂ. സാധാരണ അന്നത്തെ കാലഘട്ടത്തിൽ, പ്രേംചന്ദിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ യഥാർത്ഥമായ ചിത്രീകരണമാണ് ഈ കഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അല്ലെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു അവബോധവും നമുക്കിതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെറും കഥ മാത്രമല്ല, യാഥാർത്ഥ്യവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രേംചന്ദിൻ്റെ കഥകൾ ഇന്നും ശ്രേഷ്ഠമായി കരുതപ്പെടുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ അനുഭവം നൽകുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതിൻ്റെ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.